തീരുന്നു, അനേകരിലേക്ക് അത് വ്യാപരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിമിത്തമായി ആത്മഹത്യകൾ അല്ലെ, അതുപോലെ തന്നെ ഒരുപാട് കൊലപാതകങ്ങളൊക്കെ നാം അനുദിനവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ പ്രശ്നങ്ങളിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് പറയുവാനായിട്ടുള്ളത്. മനുഷ്യർക്ക് അതിനുവേണ്ടി ഒത്തിരി ബോധവൽക്കരണ പരിപാടികളൊക്കെ ചെയ്യുവാനായിട്ട് കഴിയുമായിരിക്കാം, നല്ല ഉപദേശങ്ങൾ കൊടുക്കുവാൻ കഴിയുമായിരിക്കാം. അതുകൊണ്ട് ഇത് അവരവരാണ്, വ്യക്തിപരമായിട്ടാണ് ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടത്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിന് ആ സംഭവങ്ങൾ ഇല്ലാതാകുന്നു, അത് നിർത്തുന്നു എന്നൊക്കെ അത് പെട്ടെന്ന് സാധിക്കുന്നല്ല. എന്നാൽ ഒരു കാര്യം സാധിക്കും, നമുക്ക് വേണമെങ്കിൽ നോ പറയാൻ പറ്റും. അതെങ്ങനെയാന്നുള്ളതാണ് പ്രശ്നം അല്ലേ? അത് സാധിക്കും. അത് സാധിക്കുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം മനുഷ്യരിലേക്ക് ദൈവം എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ദൈവം തന്നെ മനുഷ്യനായി, അഥവാ ദൈവത്തിന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ കടന്നു വന്ന കാര്യം, ലോകത്തിൽ കടന്നു വന്ന കാര്യം ഇവിടെ പറയുന്നത്. അപ്പോൾ ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടി, അപ്പോൾ ഓർക്കണം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണല്ലേ? നമ്മൾ ആരും, ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകരുതെന്നുള്ളതാ. അതിനുവേണ്ടിയല്ലേ നാം എല്ലാം ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നില്ലേ? പല നിലകളിൽ അധ്യാപകര്, മാതാപിതാക്കള്, സാമൂഹിക പ്രവർത്തകരൊക്കെ വളരെ ശക്തമായി ഇതിനു വേണ്ടി, നമ്മുടെ ഗവൺമെന്റ് ഒക്കെ അതിനുവേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ സമയത്തല്ലേ? ശരിയാണ്. പക്ഷേ ഒരു മനുഷ്യന് ദൈവത്തിൽ ആശ്രയിച്ചാൽ ആ കാര്യത്തിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ സുവിശേഷകന്മാർ, ദൈവത്തിന്റെ വേലക്കാർ, ഞങ്ങൾക്ക് പറയുവാൻ കഴിയും. ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമാണ്. എത്രയോ മാറ്റാൻ പറ്റാത്ത പ്രശ്നങ്ങളിൽ നിന്നും, എത്ര ഉപേക്ഷിച്ചാൽ ഉപേക്ഷിക്കപ്പെടാൻ പറ്റത്തില്ലെന്ന് ഉള്ളതായ വിഷയങ്ങളാണെങ്കിൽ പോലും ദൈവത്തിന്റെ സ്നേഹം മനുഷ്യനിലേക്ക് കടന്നു വരുമ്പോൾ ആ മനുഷ്യന് രൂപാന്തരം ഉണ്ടാകുകയാണ്. അവനെ അതുവരെയും ലഹരിയായിരുന്നതിൽ നിന്നെല്ലാം മാറ്റം വന്നിട്ട് ദൈവത്തിന്റെ സ്നേഹം എന്ന ആ ലഹരിയിലേക്ക് താൻ അത് നിറയപ്പെടുകയാണ്. പിന്നീട് തന്റെ ജീവിതം സന്തോഷമാകുന്നു, തന്റെ ജീവിതം ലക്ഷ്യബോധ്യമുള്ളതായി തീരുകയാണ്. ഒരു യൗവനക്കാരിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ശരിയായ ബോധത്തിലേക്ക് വരും. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എന്താണ് എന്റെ ലക്ഷ്യം? എന്തിനാണ് ഞാൻ പഠിക്കുന്നത്? ഞാൻ പഠിക്കണോ? ഞാൻ എന്താണ് ചെയ്യുന്നത്? ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശം ലഭിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്റെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, കുഞ്ഞനുജന്മാരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ദൈവം രക്ഷിക്കും. യേശുവിന്റെ സ്നേഹം നിങ്ങൾക്ക് വേണ്ടി ക്രൂശിന്മേൽ പിടഞ്ഞു മരിച്ച് നിങ്ങളുടെ പാപപ്രശ്നത്തിന് പരിഹാരം വരുത്തിയ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, തന്റെ ഏകജാതനായ പുത്രനിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നശിച്ചു പോകാതെ ഇരിക്കും, നന്നായി ഇരിക്കും, നന്മ അനുഭവിക്കാൻ കഴിയും. ആയതിലേക്ക് ദൈവം താങ്കളെ ഓരോരുത്തരെയും നയിക്കട്ടെ, നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.